അന്തരിച്ച CPIM മാടായി ഏരിയ സെക്രട്ടറി വിനോദിന് നാട് വിട നൽകി. CPIM മാടായി ഏരിയ കമ്മിറ്റി ഓഫീസിലും അടുത്തിലയിലെ വീട്ടിലും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് വിനോദ് അന്തരിച്ചത്. ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രാവിലെ 10 മണിയോടെ എരിപുരത്തെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് അടുത്തിലയിലെ വീട്ടിലും എത്തിച്ച മൃതദേഹത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. ബാലസംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, SFI ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 മുതൽ CPIM മാടായി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരനുമായിരുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, AN ഷംസീർ, TV രാജേഷ്, KV സുമേഷ് MLA തുടങ്ങി നിരവധി നേതാക്കൾ അടുത്തിലയിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഈ വിനോദിൻ്റെ വേർപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഉത്തമനായ സഖാവ് നഷ്ടപ്പെട്ടു, ഒരു നല്ല സംഘാടകൻ നഷ്ടപ്പെട്ടു, ഒരു നല്ല ബഹുജന പിന്തുണ നേടിയെടുക്കാൻ കഴിയുന്ന പാർട്ടിയുടെ മുഖമായിട്ടുള്ള വിനോദിലൂടെ പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായി നമ്മൾ പറയുന്നൊരു പദമാണെങ്കിൽ പോലും ഇത് അക്ഷരാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് വിനോദിൻ്റെ വേർപാട് പാർട്ടിക്കുണ്ടായിട്ടുള്ളത്. SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന കാലം തൊട്ട് വിനോദുമായിട്ട് നല്ല ബന്ധം. ഞാനും ഈ വെങ്ങരയിലുള്ള ഒരാളെന്ന നിലയിൽ നമ്മൾ എതിർ രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ കൂടി ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്ന അത്രയും നല്ലൊരു ബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അസുഖമാണ് എന്നറിയാം, പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ വിനോദ് നമ്മളിൽ നിന്ന് പോകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് എല്ലാവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാടായിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന വിനോദിന്റെ വിയോഗം സാംസ്കാരിക രംഗത്തിനും ഏറെ നഷ്ടമാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിനോദിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.